ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് പ്രവേശനോത്സവത്തിൻ്റെ അന്നത്തെ കുറച്ച് പിക്സാണ് കേട്ടോ. സ്കൂളിൽ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 1-ാം ക്ലാസ് കുട്ടികൾക്കും LKG സ്റ്റുഡൻസിനൊക്കെ ആയിട്ടുള്ള ഒരു പ്രവേശനോത്സവമായിരുന്നു. പിന്നെ കുറച്ച് പാരൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സ്കൂളിൽ പായസമൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ നല്ല മഴയൊക്കെ വന്നിട്ട് അപ്പം മക്കളൊക്കെ പതിച്ച് മൂടി കിടക്കുന്നുണ്ട്. പിന്നെ ഇതാ മക്കൾക്കൊക്കെ സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ഷഹാനമൊക്കെ വേണ്ടിയിട്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ബാഗാണ് കേട്ടോ. നല്ലൊരു അടിപൊളി ബാഗാണ്. റേറ്റും കുറവാണ് കേട്ടോ. 200 സംതിങ് ഒക്കെ വരുന്നുള്ളൂ. നല്ല അടിപൊളി ബാഗൊക്കെ ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സഹൽ മോനിക്കും ഞാൻ ഓൺലൈനിൽ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. നല്ല നല്ല കളക്ഷൻസും നല്ല നല്ല സെലക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. ഇത് സഹൽ മോനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ 4 സിബൊക്കെ ആയിട്ടുള്ള ഒരു ബാഗാണ്. കാണാനും തൊട്ട് നോക്കുമ്പോഴും നല്ലൊരു ഇതൊക്കെ ഉണ്ട് കേട്ടോ, കട്ടിയൊക്കെ ഉണ്ട്. നല്ല ബാഗാണ് കേട്ടോ. ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ ഒത്തിരി പേർക്ക് മടിയാണ് കേട്ടോ. മടിയെന്നല്ല, ഒരു പേടിയാണ്. വന്നിട്ട് നല്ല ബാഗായിരിക്കുമോ, നമുക്ക് ഇതിൽ ഫോട്ടോയിലൊക്കെ കാണുന്ന രീതിക്ക് തന്നെ ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ള പേടിയാണ്. നല്ല രീതിക്ക് റിവ്യൂ ഒക്കെ ചെക്ക് ചെയ്തിട്ട് വാങ്ങിച്ചാൽ മതി. പിന്നെ കുട്ടികളുടെ യൂണിഫോമും അന്ന് തന്നെയാണ് കേട്ടോ വിതരണം ചെയ്ത്. അപ്പം അതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തയ്ക്കലൊക്കെയാണ് ഇനി നെക്സ്റ്റുള്ള ജോലി. പിന്നെ ഇതാ ബുക്കൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നോട്ട് ബുക്കാണ്. ഇനി അതൊക്കെ ബൈൻഡൊക്കെ ആക്കി പൊതിയൊക്കെ ഇട്ട് നല്ല രീതിക്ക് സെറ്റാക്കി വെക്കണം. പിന്നെ ഇതാ വാട്ടർ ബോട്ടിലും ഷഹാനമൊക്കെ പ്ലേറ്റും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. മോൾക്ക് ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വേറെ ഏതോ കുട്ടി കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു. അവൾ വേറെ ആരുടെയോ പ്ലേറ്റൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. കുറച്ച് വലുപ്പമുള്ളൊരു പ്ലേറ്റ് ചെയ്യുന്നിട്ട് അതുകൊണ്ട് ഒന്ന് വാങ്ങിച്ചു. പിന്നെ ഇതാ ബോക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് സ്കെയിലും പെൻസിലും റബ്ബറൊക്കെ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ആമിമൊക്കെ വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു ബാഗാണ്. പിന്നെ പെൻസിലൊക്കെ ഒരു ബോക്സ് തന്നെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ കൊണ്ടുപോയതൊന്നും സ്കൂളിലോട്ട് വരുമ്പോൾ ഉണ്ടാകാറില്ല കൂടുതലും. അപ്പം അവർ കൊണ്ടുപോയി ഇവർ കൊണ്ടുപോയി എന്നൊക്കെ പറയാം. ചെറിയ മക്കളല്ലേ, അപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം പിന്നെ എക്സ്ട്രാ തന്നെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഹോംവർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ബാഗിലൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചിട്ട് വീട്ടിലുണ്ടെങ്കിൽ ധൈര്യമല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ ഇതാ സ്കൂളിൽ നിന്ന് മോൾക്ക് ഒരു നോട്ട് ബുക്കും ക്രയോൺസും പെൻസിലും റബ്ബറും മെൻഡർ അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു സെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഞങ്ങൾ വാങ്ങിച്ചതൊക്കെ ആയിട്ട് അത്യാവശ്യം ഉണ്ട് കേട്ടോ. എൻ്റെ ധാമി മോൾക്ക് ബാഗ് ഇങ്ങനെ ഇട്ടെടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ജസ്റ്റ് ഞാനിങ്ങനെ ഒന്ന് വെച്ചെന്നേ ഉള്ളൂ. നല്ല രസമുണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് ബാഗ്. നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുക്കിനും നോട്ട് ബുക്കിനൊക്കെ പൊതിയിടലാണ് കേട്ടോ. അപ്പം മൊത്തം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് സെറ്റാക്കിയിട്ടാണ് ഇരിക്കുന്നത്. ഷഹാനും സഹലൊക്കെ ഉറക്കാണ് കേട്ടോ. അപ്പം മോള് ബോറടിച്ചിട്ട് എൻ്റെ കൂടെ തന്നെ ആയിരുന്നു. അപ്പം സ്റ്റാപ്ലറിൻ്റെ പിന്നൊക്കെ എടുത്തിട്ട് വയലിടാനൊക്കെ പോക്കേനു കേട്ടോ. അപ്പം നല്ലൊരു ടാസ്ക് തന്നെയായിരുന്നു മോള് നോക്കലും ബൈൻഡിടലും ഒക്കെ ആയിട്ട്. അപ്പം എന്താ ഏകദേശം കുറച്ചൊക്കെ ആയിട്ടാണ്. അപ്പോഴത്തേക്കും ഞാൻ മടുത്തു. കാര്യം എന്ന് വെച്ചാൽ മോൾ എൻ്റെ കൂടെ തന്നെ ഇരുന്ന് മോൾക്ക് പറ്റുന്ന പോലെ എല്ലാം വികൃതിയൊക്കെ കാണിക്കുകയായിരുന്നു. അപ്പം മോൾ നോക്കാലും ഭയങ്കരമൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് വേർത്തിട്ടോ. പിന്നെ നോട്ട് ബുക്ക് എറിഞ്ഞല്ലേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻറ്റ്സ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്താണെങ്കിലും അറിയിക്കുക കേട്ടോ. അങ്ങനെ ഫൈനലായിട്ട്
മൈൻഡ് ഇടലൊക്കെ കഴിഞ്ഞിട്ട് പൊതിയിടൽ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നെയിം സ്ലിപ്പും കൂടെ ഒന്ന് ഒട്ടിച്ചിട്ട് ഓരോന്നിലും അവരവരുടെ പേരും നോട്ട്ബുക്കെല്ലാം ഏത് സബ്ജക്റ്റാണെന്നൊക്കെ എഴുതി വെക്കലൊക്കെയാണ്. അതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാ വൃത്തിക്ക് രണ്ടാളുടെയും സെപ്പറേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ സെക്കൻഡ് ഡേ സ്കൂളിലേക്ക് പോക്കാന്നിട്ടാ രണ്ടുപേരും.